നമ്മളൊക്കെ ബാത്റൂം സിംഗേഴ്സ് ആണ് അതെ. അല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എനിക്ക്, കാരണം ഞാൻ മാത്രല്ലേ കേൾക്കുള്ളൂ, വേറെ ആരും കേൾക്കില്ലല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ നാട്ടുകാരെ കേൾപ്പിക്കുന്നു. അയ്യോ ഇല്ല, രജനീഷേട്ട കൂടെ പാടും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും നോക്കാം. ഞാൻ പാടരുതെന്ന് എന്റെ പ്രേക്ഷകരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാടുന്ന ആളാണ്. അതെ അതെ അതെ, ട്രോളിക്കോ. ഇത് ട്രോള് മഞ്ജുവിന്റെ സ്ഥിരം സ്വഭാവമാണ്. ശരിക്കും ഇത് കാണുമ്പോൾ ശരിക്കും നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ പടമൊക്കെ ശരിക്കും മഞ്ജു സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ആംഗിള് കേൾക്കാൻ എനിക്ക് ഭയങ്കര രസമാണ്. അത് ഞാൻ ഗന്ധർവൻ, അതൊക്കെ എനിക്ക് പ്രാന്താണ് സത്യം പറയാൻ. അതാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ കുറച്ച് ചില ഡയലോഗുകളൊക്കെ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ റീൽസ് ആയിട്ടൊക്കെ നമുക്ക് ഇപ്പൊ അധികം കാണാൻ പറ്റുന്നത്. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതികാലെ എഴുന്നേറ്റ് മുന്തിരിത്തോപ്പുകളിൽ പോയി മുന്തിരിവള്ളികൾ പൂത്ത് തളിർത്തുവെന്നും മാതളനാരകം പൂത്ത് വിടർന്നു എന്നും നോക്കാം, അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. എന്ത് ഇതായിട്ടുള്ള ഡയലോഗുകളാണ്. ഈ ഡയലോഗ് ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത്. നമ്മൾ കുറച്ചുകൂടെയൊക്കെ തിരിഞ്ഞു നിന്ന് നല്ലൊരു ഷോട്ടൊക്കെ വെച്ച് റൊമാൻറ്റിക് ആയിട്ട്, ഓ ക്യാമറ ഉള്ളതാണ് കുഴപ്പം കേട്ടോ, ഇല്ലെങ്കിൽ മഞ്ജുവിന് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് മഞ്ജു പറഞ്ഞു വരുന്നത്. മഞ്ജു തിരിച്ച് പാലക്കാടേക്ക് പോവേണ്ടതാണ്. അതെ, അത് ശരിയാ. അതുകൊണ്ട് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അല്ല, എനിക്ക് അതൊക്കെ അല്ല, എങ്കിലും കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ട് അത് പറഞ്ഞ എങ്ങനെയായിരിക്കും മഞ്ജു പറയാ? ഈ ഡയലോഗ് മുഴുവനും അറിയാൻ തോന്നുന്നല്ലേ? അല്ല, ഇത് ഞാൻ കണ്ട് എനിക്ക് പഠിച്ചു. ആ ഡയലോഗ് മുഴുവനും ഒന്ന് പറയാ, കേക്കട്ടെ. എന്റെ മുഖത്തൊക്കെ റൊമാൻസ് വരില്ലെങ്കിലും. അതല്ല, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതികാലെ എഴുന്നേറ്റ് മുന്തിരിത്തോപ്പുകളിൽ പോയി മുന്തിരിവള്ളികൾ പൂത്ത് തളിർത്തുവോ എന്നും മാതളനാരകം പൂത്തു വിടർന്നുവോ എന്നും നോക്കാം, അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അയ്യോ, ആരും ട്രോളണ്ട, എല്ലാവരും ട്രോളിക്കോ. അല്ല, അതെന്താണെന്നറിയോ, അതൊക്കെ ഒരു ഫീലാണ്. അതുപോലെ ഞാൻ ഗന്ധർവനിലാണെന്നുണ്ടെങ്കിൽ ആ മുത്തെടുത്ത് കൊടുക്കുമല്ലോ, അത് ഓർമ്മയല്ലേ? മാലയിൽ വെച്ചിട്ട് അതെടുത്ത് ഉമ്മ വെച്ചാൽ എപ്പോഴാണ് നിനക്ക് എന്നെ കാണണം തോന്നുന്നത്, ഞാൻ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയും. അങ്ങനത്തെ ചില സംഗതികളൊക്കെ അതിലെ പാട്ടുകള്, അയ്യോ ആ പാട്ടൊക്കെ ഞാനൊരു എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് എനിക്ക് പാട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ല, പാട്ട് കേൾക്കാതെ. പാടാൻ കഴിവില്ല, പക്ഷെ കേൾക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ്. നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ അത്യാവശ്യം സംസാരിക്കുന്ന സിനിമയാണ്, എല്ലാവരും സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതില് ഇവര് തമ്മില് സംസാരിക്കുന്ന സമയത്ത് സോളമൻ ചോദിക്കുന്നുണ്ട്, സോഫി കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോപ്പുകൾ? ഇല്ല. ഒരു ദിവസം സോഫിയെ ഞാനവിടെ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവളുടെ ഒരു നോട്ടുണ്ട് പുള്ളിയുടെ നേർക്ക്. അതായത് അവളോട് ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ ചോദിക്കണേ. അവൾ ആ വീടിന്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നിട്ട് ഒരാള് പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അവളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ചോദ്യം ആദ്യമായിട്ട് കേട്ടിട്ടുള്ള ആ ഒരു ഫീല് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ സാറ് ചെയ്തിരിക്കുന്നത്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. അതുപോലെ പാട്ടുകള്, അതുപോലെ ഞാൻ ഗന്ധർവനിലെ പറയുകയാണെങ്കിൽ ദേവി ആത്മരാഗമേകാം ദേവി, എന്താണ് ആ ഒരു സ്മോക്കിന്ന് പുള്ളി ഇങ്ങനെ വരുന്നത്. അത് ഒരിക്കലും എത്രയൊക്കെ ഇത് വന്നാലും എന്റെ മനസ്സ് ആ കാലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന എനിക്ക് തോന്നണില്ല. എനിക്കിഷ്ടമാണ്, അപ്ഡേറ്റഡ് ആവണം. നമ്മൾ എപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാവുമ്പോൾ നമ്മൾ എല്ലാത്തിലും അപ്ഡേറ്റഡ് ആയിരിക്കണം. പക്ഷെ ചില സംഗതികളിലും മനസ്സ് ഉടക്കി പോയ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരാനൊരു അതെ, ഞാൻ അവിടെ നിൽക്കുക. അതുപോലെ കേളി, എന്താ ഭരതൻ സാറിന്റെ അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ എനിക്ക് പിന്നെ ഒരു ഇഷ്ടം തോന്നി മായാമയൂരം, രജനീഷേറിന് ഇഷ്ടമാണോ? അതെ അതെ, വേറൊരു മൂഡാണ്. അതില് പുള്ളി ആ കാറെന്നൊക്കെ സംസാരിക്കണ ഒരു ഇതില്ലേ, പട്ടാമ്പി എന്റെ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിഷ്കളങ്കായിട്ടാ സംസാരിക്കണേ. അതുപോലെ അതില് നമ്മുടെ രേവതി ചേച്ചിയുടെ ആ ഒരു സോങ് പോർഷൻ, കബി കബി മേരെ ദിൽ മേ, പിന്നെ പുള്ളി കബി കബി ഉപയോഗിക്കണം. അതൊക്കെ എനിക്ക് അങ്ങനത്തെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ കുടുങ്ങി കിടക്കും, ഇനി അവിടുന്ന് പോരില്ല. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ ഒരു പടമായിരുന്നു മാളികപ്പുറം, ഹിറ്റ് പടമായിരുന്നു. അത് ഭയങ്കര ഒരു, ഇപ്പോ വീണ്ടും ഒരു ബ്രേക്ക് കിട്ടും മഞ്ജുവിനൊന്ന് തോന്നിയിട്ടുള്ള ഒരു പടമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി ആയിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്ന സമയത്ത് വളരെ ഒട്ടും വിചാരിക്കാതെയാണ് സഞ്ജയ് ഏട്ടനെ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കണേ. അവിടെ ചെല്ലുമ്പോഴും നമുക്ക് ഇങ്ങനൊരു ഇത്രയും ബമ്പർ ഹിറ്റ് അവിടെ ഒരു പടത്തിലേക്ക് നമ്മൾ പോണേന്ന് അറിയണില്ല.
സാധാരണ പോണു കുറേ ആർട്ടിസ്റ്റുകളെ ഒത്തിരി കാലത്തിന് ശേഷം കാണുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് ഇതായത് എങ്ങനെയാ വെച്ചാൽ കുറേ നല്ല നല്ല വ്യക്തിബന്ധങ്ങൾ കിട്ടി. എനിക്ക് റിലേഷൻഷിപ്പുകൾ വളരെ കുറവായിരുന്നു. ഒത്തിരി നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി. പിന്നെ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി നമ്മൾ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് നമ്മളെ അംഗീകരിക്കണു, തിരിച്ചറിയണു, ഒരുപാട് പ്രോഗ്രാംസ് കിട്ടണു. അത് ശരിക്കും ലൈഫ് ചേഞ്ച് ചെയ്തൊരു പടം തന്നെയാണ്. ഉണ്ണി പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു സ്റ്റാറാണ്. അതെ, അതായത് ഇന്ത്യ മുഴുവനും ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ ലോകം തന്നെ ശ്രദ്ധിച്ച പടത്തിൽ ഞങ്ങളുടെ അഭിമാനമാണ്. ഇതാണ് കുഴപ്പം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാലക്കാടും ഒറ്റപ്പാളവും നിഷ്കളങ്കയും കൊണ്ടുവരും. അല്ലല്ല, അതൊരു സന്തോഷല്ലേ. നമ്മള് പിന്നെ നമ്മളെ നാട്ടിലുള്ള ഒരാൾ അത്രയും വലിപ്പോ മാർക്കോ, ഗെറ്റ് സെറ്റ് ബേബി ഒക്കെ വലിയ വിജയമായിരിക്കണ സമയം നമുക്ക് അത്രയും സന്തോഷമാണ്. നമ്മളെ വീട്ടിലുള്ള ഒരാൾക്ക് ഒരു ഭയങ്കര സക്സസ് ഉണ്ടാവുമ്പോ നമുക്ക് എങ്ങനെയാ തോന്നുക, അതുപോലെ തന്നെ. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയെന്ന് ചോദിച്ചാൽ ഉണ്ണിയുടെ പേര് പറയും. ഉണ്ണിയുണ്ട്, പിന്നെ ജോജി ചേട്ടന്റെ കൂടെ ഒരു പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. ചില ആക്ടേഴ്സിന് നമുക്ക് അങ്ങനെ തോന്നും. ഇപ്പൊ ഇറങ്ങിയ ഓരോ മൂവി കാണുമ്പോ ഇവരുടെ കൂടെ നമുക്കൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട് ഇപ്പൊ കൊറേ. കാരണം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന വളരെ കുറവാ. ഇനി പുതിയതായിട്ട് ഇവരുടെയൊക്കെ കൂടെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. എന്റെ കൂടെ എന്നാ സിനിമയിൽ അഭിനയിക്കാം? രജനീഷ് ചേട്ടൻ വിളിക്കും, ഞാൻ വരാം. ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ഇയാള് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയില്ലല്ലോ എന്നുള്ളതാണ്. അല്ല, രജനീഷ് ചേട്ടന് ഭാവിയുണ്ട്. അതെ അതെ, നല്ല കലാകാരനല്ലേ. ആ ട്രോളി വീണ്ടും ഇതിനൊക്കെ ഞാൻ മറുപടി പറയൂടി ഒരു കാലഘട്ടത്തിൽ. സത്യമായിട്ടും ഇവള് സംസാരിക്കുന്നത് ട്രോളാണോ ശരിക്കും പറയണമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. സീരിയസ്ലി രജനീഷ് ചേട്ടൻ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആങ്കർ. സിനിമയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആങ്കറാണ്, ആങ്കർ സിനിമയിലേക്ക് വരൂ. അതെ, ശിവകാർത്തികേയൻ എങ്ങനെയാ വന്നേ? ആങ്കർ ആയിരുന്നില്ലേ, പിന്നെ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആയി മാറിയില്ലേ. എത്ര പേര് ആങ്കേഴ്സ് ആയിരുന്നു? വരില്ലേ? ആസിഫ് അലി ആങ്കർ ആയിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ വരും. അതേപോലെ അവസാനം വരുന്ന കണ്ണിയാണ് ഞാൻ, ആങ്കർ കണ്ണി. മഞ്ജു ശരിക്കും ഇപ്പോഴും ഇങ്ങനെ സൗന്ദര്യം സൂക്ഷിക്കുന്നതിന്റെ പിന്നിൽ എന്താ? അത്ര വലിയ സുന്ദരിയാണോ? ആണോ? ആണ്. ആണെന്ന് അല്ല, സത്യമായിട്ട് അല്ല, എനിക്ക് അല്ല, ആണ്, ശരിയാണ് ശരിയാണ്. ഭയങ്കര അങ്ങനെ പറഞ്ഞു കേട്ടതിൽ സന്തോഷം കേട്ടോ. ഇപ്പൊ പറയാൻ പോകുന്ന ആൻസർ ഞാൻ പറയാം. ഞങ്ങള് ആണെങ്കില് ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് നമ്മള് ഇപ്പോ ഫ്രഷ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൗന്ദര്യമൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നാട്ടിൻപുറത്തെ പച്ചമഞ്ഞളും പിന്നെ എന്താ പറയാ കുറുന്തോട്ടിയൊക്കെ എടുത്തിട്ട് ഒക്കെ ഇത് മഞ്ജു. അതെ, ഈ മഞ്ജുവിന് എനിക്ക് ഇന്നൊന്നല്ലല്ലോ. ഓ ശരി ശരി, മെനങ്ങാന്നേ അറിയാലോ. അല്ല സത്യാണ്. അങ്ങനെ ഉണ്ടെന്ന് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പോ സന്തോഷം. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ട്രോൾ ചെയ്താ. സീരിയസ്ലി അല്ല, ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ശരിക്കും നമ്മളിപ്പോ ഫേഷ്യൽ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മള് സെൽഫ് കെയർ ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം, ഒക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് അതിനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട്, സാഹചര്യം ഓക്കെ അല്ലാത്തത് കൊണ്ട് നമുക്ക് പലവർക്കും പലതായിരിക്കും. വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാറുണ്ട്. വീട്ടില് എന്റെ മെയിൻ തേങ്ങാപ്പാൽ, കസ്തൂരി മഞ്ഞൾ, തലമുടി കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവ്, തലയിൽ വെക്കാനല്ല കേട്ടോ, ചെമ്പരത്തി താളി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ നന്നായി വെള്ളം കുടിക്കും, രാവിലെ നേരത്തെ എണീക്കും, പറ്റണ പോലെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയണ മാതിരി വീട്ടിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും വർക്കൗട്ടുകളൊക്കെ ചെയ്യും. വീട്ടിലെ ജോലികളെല്ലാം ചെയ്യും. അങ്ങനെ